DFO ഓഫീസ് ആക്രമണ കേസിൽ ജയിൽ മോചിതനായതിന് പിന്നാലെ PV അൻവർ MLA പാണക്കാട്ടേക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. PV അൻവറിന്റെ UDF പ്രവേശന ചർച്ച നടക്കുമ്പോഴാണ് ഈ സന്ദർശനം. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ വിപിൻ, ഈ UDFിലേക്ക് EC വാക്ക് ഓവർ ഒരുങ്ങുകയാണല്ലോ PV അൻവറിന്. അതിന് മുന്നോടിയായുള്ള സന്ദർശനങ്ങൾ, കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഉന്മേഷ്, PV അൻവർ ഇപ്പോൾ UDFിലേക്ക് പോകുന്നതിന്റെ അതിന്റെ ഭാഗമാകുന്നതിന്റെ എല്ലാ നീക്കുപോക്കുകളും നടക്കുന്നതിനിടെയാണ് അത് സജീവമാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാവുന്നത്. PV അൻവർ ഇന്ന് പാണക്കാട്ടേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനമുണ്ട്. 9 മണിയോട് കൂടിയാണ് PV അൻവറിന്റെ വാർത്താ സമ്മേളനം. അതിനുശേഷമായിരിക്കും പാണക്കാട്ടേക്ക് പോകുന്നത്. അവിടെ വെച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ട് ചർച്ച ചെയ്യും. പ്രധാനമായും ധാർമ്മികമായിട്ടുള്ള ഒരു പിന്തുണ ഇപ്പോൾ ഈ ജയിലിൽ പോയ, അറസ്റ്റ് വരിച്ച കാര്യത്തിലൊക്കെ ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് നന്ദി പറയും. ഒപ്പം തന്നെ ഈ മലയോര മേഖലയുടെ പ്രശ്നം മുസ്ലിം ലീഗ് ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഇന്ന് PV അൻവർ മുന്നോട്ട് വയ്ക്കും. അത്തരത്തിൽ ഒരുമിച്ച് പോരാടാം, ഒറ്റയാൾ പോരാട്ടം ഇല്ല എന്നുള്ളത് ഇന്നലെ തന്നെ PV അൻവർ പറഞ്ഞിരുന്നു. അപ്പോൾ UDFുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ PV അൻവർ താല്പര്യപ്പെടുന്നത്. ആ രീതിക്ക് തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതിന് ലീഗിന്റെ പിന്തുണ ഉണ്ട്, പരോക്ഷമായ പിന്തുണയുണ്ട്. കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി തന്നെ അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ ഈ PV അൻവറിനെ UDFിന്റെ ഭാഗമാക്കുന്നതിന്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. VD സതീശനും K സുധാകരനുമായിട്ടൊക്കെ ആ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് മാത്രം ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജയിൽ മോചിതനായതിനു ശേഷം UDF നേതാക്കളെ കാണാനുള്ള ഒരു തീരുമാനം PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ആദ്യ പടിയായി ഇന്ന് പാണക്കാട് സന്ദർശിക്കുന്നു. അത്തരത്തിൽ ലീഗിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകുന്നു. അതിനോടൊപ്പം ഇനി UDFിലേക്ക് കൂടിയുള്ള ഒരു സാധ്യത കൂടുതൽ സജീവമാക്കുകയാണ് അൻവർ. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.